أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നുള്ള ആദ്യ വചനങ്ങളാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവന്റെ ഗ്രന്ഥം അവതരിപ്പിച്ചത് വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും അതോടനുബന്ധമായ ധാരാളം കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്യുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനത്തിന്റെ കാര്യത്തെയാണ് അൽ ഫുർഖാൻ എന്ന നാമം അറിയിക്കുന്നത്. സത്യവും അസത്യവും തമ്മിൽ, ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കുന്ന, അതുപോലെ തന്നെ നേർമാർഗവും ദുർമാർഗവും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ഈ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അൽ ഫുർഖാൻ എന്ന് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ഒന്നാമത്തെ വചനത്തിലുള്ള ആ ഒരു പദം തന്നെയാണ് ഈ അധ്യായത്തിന്റെ നാമമായി അറിയപ്പെട്ടിട്ടുള്ളതും. അതാണ് സൂറത്തുൽ ഫുർഖാൻ. ഒന്നാമതായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കാര്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. തബാറക, വളരെ നന്മ ഉള്ളവനായി, ഏറെ അനുഗ്രഹമുള്ളവനായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് അവനെ തന്നെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, തബാറക, നന്മ ഏറിയവനാകുന്നു, ബറക്കത്ത് ഏറിയവനാകുന്നു, അനുഗ്രഹങ്ങളും നന്മയുമൊക്കെ ഏറിയവനാകുന്നു, ഏറെ അനുഗ്രഹമുള്ളവനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ളവൻ? ആരാണ് ആ ഏറെ അനുഗ്രഹമുള്ളവനായിട്ടുള്ളവൻ? നസ്സലൽ ഫുർഖാന, ഫുർഖാൻ, അൽ ഫുർഖാൻ അവതരിപ്പിച്ചവൻ,
അൽ ഫുർഖാൻ അവതരിപ്പിച്ചവൻ ഏറെ നന്മയേറിയവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ ഒന്നാമത്തെ സൂക്തം തന്നെ ആരംഭിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. തബാറക എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായി അവിടെ എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹം അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ, നന്മകൾ ഉള്ളവനായി എന്ന അർത്ഥം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം മഹത്വവും അതുപോലെ തന്നെ മേന്മയും അനുഗ്രഹങ്ങളും ഇതൊക്കെ ധാരാളമായിട്ട് അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ, പരിപൂർണമായ അതിൻ്റെ തോതിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തും സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് തബാറക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രം, എല്ലാ നന്മകളുടെയും ഉടമ, എല്ലാ മേന്മകളുടെയും ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ തബാറക എന്ന് പറയുന്ന ഏറെ നന്മയുള്ളവനായിരിക്കുന്നു, ഏറെ അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന നിലക്കും എല്ലാം അത് അല്ലാഹുവിന് മാത്രമുള്ള ഗുണവിശേഷണമാണ്. അല്ലാഹുവിന് മാത്രമേ അത് പറയപ്പെടുകയുള്ളൂ. അല്ലാഹുവിങ്കൽ നിന്ന് അവൻ ആർക്കൊക്കെ ഏതൊക്കെ വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, സ്ഥലങ്ങൾക്ക്, സമയങ്ങൾക്ക് അവൻ പ്രത്യേകമായ നന്മ നിശ്ചയിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുബാറക് എന്ന് പറയും. റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ആ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള, അത് വസ്തുക്കളാകട്ടെ, വ്യക്തികളാവട്ടെ, സ്ഥലമാകട്ടെ, സമയമാകട്ടെ, അതിനൊക്കെ മുബാറക് എന്ന് അറിയപ്പെടും. അഥവാ അനുഗ്രഹിക്കപ്പെട്ട സമയം, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി, അനുഗ്രഹിക്കപ്പെട്ട വസ്തു, അനുഗ്രഹിക്കപ്പെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവന്റെ പ്രത്യേകമായ ഈ ബറക്കത്ത് ലഭിച്ചിട്ടുള്ള വസ്തുക്കളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ചൊക്കെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയുകയുണ്ടായല്ലോ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ടവനായി എന്നെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ എല്ലാ ബറക്കത്തുകളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. അല്ലാഹുവാണ് എല്ലാവർക്കും ബറക്കത്ത് നൽകുന്നവൻ. അത് ആർക്കൊക്കെ നൽകപ്പെട്ടുവോ അവരെ മുബാറക്, അനുഗ്രഹീതൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നറിയപ്പെടും. ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി ഒരാൾക്കും അനുഗ്രഹം കൊടുക്കുന്നില്ല. ഒരു സൃഷ്ടിയും മറ്റൊരാൾക്ക് ബറക്കത്ത് കൊടുക്കാൻ കഴിയൂല. കാരണം സർവ്വ ബറക്കത്തുകളും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. അത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമേ അങ്ങനെ തബാറക എന്ന് പ്രയോഗിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം കാണാം. അവിടെ ഒരിടത്തും സൃഷ്ടികളെ കുറിച്ചല്ല പറയുന്നത്, അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളാണ്. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു അനുഗ്രഹമേറിയവനാണ്, മേന്മയേറിയവനായിരിക്കുന്നു എന്നാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ മുൽക്കിന്റെ 1-ാമത്തെ വചനം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവിടെയും തബാറക മേന്മയേറിയവനായിരിക്കുന്നു, നന്മയേറിയവനായിരിക്കുന്നു. ആര്? അല്ലദീ ബിയദിഹിൽ മുൽക്കു, ആരുടെ കയ്യിലാണോ അധികാരമുള്ളത്, ആധിപത്യം ആരുടെ കയ്യിലാണോ ഉള്ളത് അവൻ. അതും അല്ലാഹുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനിയും നോക്കൂ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ,
അവിടെയും ഖാലിഖായ അല്ലാഹുവിനെ സംബന്ധിച്ചാണ് അവിടെ തബാറക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വതബാറകല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വഇൻദഹു ഇൽമുസ് സാഅതി വഇലൈഹി തുർജഊൻ. ആ സൂക്തത്തിലും ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കാണോ, അവക്കിടയിലുള്ളതിന്റെ ആധിപത്യവും ആർക്കാണോ, ആരുടെ പക്കലാണോ അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവുള്ളത്, ആരിലേക്കാണോ എല്ലാവരും മടക്കപ്പെടുന്നത്, അവൻ അനുഗ്രഹമേറിയവനായിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചാണ് അവിടെയും തബാറക പ്രയോഗിച്ചത്. ഇനിയും നോക്കൂ, ഈ ആയത്തിൽ തന്നെ എന്താ പറഞ്ഞത്? തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അവിടെ തന്റെ അടിമക്ക് ഈ സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാകുന്ന ഈ കിതാബ്, ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത അവനെ കുറിച്ചാണ് അള്ളാഹു അവൻ മേന്മയേറിയവനാകുന്നു എന്ന് പറഞ്ഞത്. അതും അള്ളാഹുവിനെ കുറിച്ചാണ്. ഇനിയും വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. തബാറകല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക. അവിടെയും തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ. ഇങ്ങനെ ഈ അധ്യായത്തിൽ വരുന്നിടത്തുമൊക്കെ തബാറക വിശുദ്ധ ഖുർആൻ എവിടെ പ്രയോഗിച്ചോ എല്ലായിടത്തും ആ പ്രയോഗം ആർക്ക് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ്. അപ്പൊ അത് പരിപൂർണമായ അർത്ഥത്തെയും പൂർണമായ ബറക്കത്തും വിശാലമായ മഹത്വമേറിയ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മ അത് ഉൾക്കൊള്ളുന്ന പദപ്രയോഗമാണത്. അത് അള്ളാഹുവിന് മാത്രമാണ്. ആ അള്ളാഹുവാണ് സർവത്തിനും അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള അവന്റെ വേദഗ്രന്ഥം കിതാബുൻ മുബാറക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ്? കിതാബുൻ അൻസൽനാഹു മുബാറക്, മുബാറക്കായ ഗ്രന്ഥം എന്നാണ്. ഇപ്പൊ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ റസൂല് മുബാറക്കാണ്. അള്ളാഹുവിന്റെ ഭവനം റബ്ബിന്റെ കഅബ മുബാറക്കാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ. ബറക്കത്ത് ലഭിക്കപ്പെട്ടിട്ടുള്ള വീടാണത്. അതുപോലെ തന്നെ ചില പ്രത്യേകമായ സമയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ലൈലത്തുൽ ഖദർ മുബാറക്കത്തായ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ രാത്രിയെ മുബാറക്കത്തായ രാത്രി എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദറിനെ സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് മുബാറക്കത്തായ രാത്രി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ല സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയുടെ പരിസരം അനുഗ്രഹീതമാണെന്നാണല്ലോ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ചുറ്റും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ എല്ലാ ബറക്കത്തും നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് ഏതിനെല്ലാം ആർക്കെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ മുബാറക്കായ വസ്തുക്കളും വ്യക്തികളും സമയങ്ങളുമൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കാണ് എന്ന് പരിചയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന ചില സമയങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൂരിക ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എന്റെ ഉമ്മത്തിന് അനുഗ്രഹം ചൊരിയപ്പെട്ടിരിക്കുന്നു ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ. പ്രഭാതം, ആ പ്രഭാതം അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന, റബ്ബ് പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു നേരമാണ് എല്ലാ ദിവസങ്ങളിലെയും പ്രഭാതം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്ത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങള്, അവനിൽ നിന്നുള്ള നന്മകള്, മേന്മകളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി ആ അവസരത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് എന്തു ചെയ്യും? ബുദ്ധിമാന്മാർ, നന്മയാഗ്രഹിക്കുന്നവർ, പുണ്യമാഗ്രഹിക്കുന്നവർ ഏത് കാലഘട്ടത്തിലും ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് അശ്രദ്ധരായ ആളുകളാണ് കിടന്നുറങ്ങുക.
ആ സമയത്ത് ഉറങ്ങുന്നതൊരു നിഷിദ്ധമായ കാര്യമായിട്ടല്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും എന്താണ് ചെയ്യേണ്ടത്? സാധ്യമാകുമെങ്കിൽ ആ സമയത്ത് ഉറങ്ങാതിരിക്കുകയാണ് വേണ്ടത്. കാരണം റബ്ബിന്റെ പ്രത്യേകമായ ബറക്കത്തുകൾ, അത് റിസ്ഖിലാവട്ടെ, ആരോഗ്യത്തിലാവട്ടെ, മറ്റേത് കാര്യങ്ങളിലും അവന്റെ ബറക്കത്ത് അവൻ ചൊരിയുന്ന അവസരമാണത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു നേരം. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ സുബഹി കഴിഞ്ഞ് ആ സമയങ്ങളിൽ ഉറങ്ങരുത് അധികവും എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തിന്റെ പ്രത്യേകമായ ആ ബറക്കത്ത് നേടിയെടുക്കുവാൻ വേണ്ടി ആ സമയത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണല്ലോ വേണ്ടത്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 10-20 മിനിറ്റോളം അതിന്റെ ആ വെളിച്ചമങ്ങ് പ്രകടമാകുവോളം അവിടുന്ന് നിസ്കാര സ്ഥലത്ത് ഇരിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന് നമുക്ക് ധാരാളം ഹദീസുകളിൽ കാണാമല്ലോ. അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ അല്ലാഹുവിനോട് പ്രത്യേകമായ അവന്റെ ബറക്കത്തിനെ ചോദിക്കാനും ദുആ ചെയ്യാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന അവസരമാണല്ലോ. അപ്പൊ അതൊക്കെ റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹം. അത് അല്ലാഹുവാണ് നിശ്ചയിക്കുന്നത്. റബ്ബ് നിശ്ചയിക്കാത്തൊരു സമയത്തിന് പ്രത്യേകം അനുഗ്രഹമുണ്ടെന്നോ പുണ്യമുണ്ടെന്നോ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സമയത്തിനോ സ്ഥലത്തിനോ ആളുകൾക്കോ പ്രത്യേകം ബറക്കത്തുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ചതിന് ബറക്കത്തുണ്ട്. കാരണം എല്ലാ ബറക്കത്തുകളും നൽകുന്നതിന്റെ, എല്ലാ ബറക്കത്തിന്റെയും ഉടമ തബാറക, എല്ലാ മേന്മയും പരിപൂർണമായ അർത്ഥത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നത്, അത് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമുള്ളവനായിട്ടുള്ളത്, മേന്മയേറിയവനായിട്ടുള്ളത് ആരാണ്? അള്ളാഹുവാണ്. അതുപോലെ തന്നെ മായി സംസം മുബാറക്കാണ്, അനുഗ്രഹീതമായൊരു ജലമാണ്. ഇത് കുടിക്കുന്നതിലൂടെ നമുക്കതിലൂടെ ആ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തിനെ നമുക്ക് ആശിക്കാവുന്നതാണ്. അതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൈത്തൂനത്ത് അഥവാ ഒലീവ്, അതിന്റെ ഓയില്, അതെല്ലാം ഒരു ബറക്കത്തുള്ള കാര്യമായിട്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അവിടുത്തെ ഉളുവെടുത്ത് അവിടുത്തെ ശരീരം സ്പർശിച്ച വെള്ളം, അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ സഹാബിമാരവിടുത്ത വിയർപ്പ്, അതുപോലെ അവിടുത്തെ മുടി, അതൊക്കെയും മുബാറക്കായിട്ടാണ് കണ്ടത്. കാരണം അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതേ അവസരത്തിൽ മറ്റൊരാളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എത്ര ഉന്നതരായ വ്യക്തിത്വങ്ങളാണെങ്കിലും അവരുടെ ഒന്നും മുടിയോ അതല്ലെങ്കിൽ ഉമിനീരോ അതല്ലെങ്കിൽ വസ്ത്രമോ അല്ലെങ്കിൽ ശരീരത്തിൽ തട്ടിയ വെള്ളമോ ഒന്നും തന്നെ സഹാബിമാർ പ്രത്യേകം മുബാറക്കായി കണ്ടിട്ടില്ല. അങ്ങനെ അതിലൂടെ ഒരു നന്മ അവർ ആശിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാകുന്നത്? സർവ ബറക്കത്തുകളുടെയും ഉടമ അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. അള്ളാഹു നിശ്ചയിക്കുന്ന സ്ഥലങ്ങൾക്ക്, വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക് ഒക്കെ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര നൽകുന്നു. അവൻ നിശ്ചയിച്ച അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നന്മ ആഗ്രഹിക്കാം. അള്ളാഹു നിശ്ചയിക്കാത്ത ഒന്നിന് ബറക്കത്ത് നിശ്ചയിക്കുവാനുള്ള അധികാരം നമുക്കില്ല. കാരണം എല്ലാ ബറക്കത്തിന്റെയും ഉടമയും അത് നൽകുന്നവനും ഏറെ നന്മയും അനുഗ്രഹങ്ങളും ചൊരിയുന്നവനുമായ തബാറക എന്ന ആ ഒരു വിശേഷണത്തിന് പ്രത്യേകമായി അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്ന് നമ്മൾ സാന്ദർഭികമായി അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ വചനവും മറ്റു ചില അധ്യായങ്ങളെ പോലെ തന്നെ തുടങ്ങിയത് തബാറക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണ് ഈ ഏറെ നന്മയേറിയവൻ? ആരാണ്? അല്ലദീ നസ്സല. അല്ലദീ നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചിട്ടുള്ളവൻ. പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പല സ്ഥലങ്ങളിലും നസ്സല എന്ന് കാണാം, അൻസല എന്നും കാണാം. എന്താണ് നസ്സലയും അൻസലയും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ നസ്സല എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂചന വരുന്നുണ്ട്. ആ പദത്തിന്റെ പ്രയോഗത്തിൽ തന്നെ നസ്സലയിലൂടെ ഒരാവർത്തനത്തിന്റെയും അതുപോലെ തന്നെ അധികരിപ്പിക്കലിന്റെയും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ അത് ഇറങ്ങുന്നതിന്റെയും അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട്.
അതേ അവസരത്തിൽ അൻസലയിൽ അത് വരുന്നില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 136 ആയത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം. ഇത് രണ്ടും പറഞ്ഞതായി കാണാം. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ. അല്ലാഹു പറയാണ് വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത കിതാബ്, അത് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ്. ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നസ്സല എന്ന് അവിടെ പറഞ്ഞു. എന്നാൽ തൊട്ടുടനെയുള്ള വാചകം നോക്കൂ, വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, മുമ്പ് അവൻ ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ മുമ്പ് അവതീർണമായിട്ടുള്ള തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ സുഹഫുകൾ, ഏടുകൾ പോലെയുള്ളതൊക്കെ അവയുടെയൊക്കെ പ്രത്യേകത എന്താണ്? അതൊക്കെ ഒറ്റയടിക്കാണ് അവതീർണമായിട്ടുള്ളത്. തൗറാത്ത് ഒറ്റയടിക്ക് അവതരിപ്പിച്ചതാണ്, ഇഞ്ചീൽ ഒറ്റയടിക്ക് അവതരിപ്പിച്ചതാണ്, ഒരൊറ്റ ഘട്ടത്തിൽ മാത്രം ഇറങ്ങിയതാണ്. സബൂർ അങ്ങനെയാണ്. അതേ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണോ? അല്ല. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എന്താണ്? അത് നസല മുനജ്ജമൻ മുഫറഖൻ മുഫസ്സലൻ ആയാത്തിൻ ബഅദ ആയാത്തിൻ വഅഹ്കാമൻ ബഅദ അഹ്കാമിൻ വസുവറൻ ബഅദ സുവരിൻ എന്നൊക്കെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഘട്ടം ഘട്ടമായിക്കൊണ്ട് കുറേശ്ശെ സന്ദർഭത്തിന് അനുസരിച്ച് വിശദമായ നിലക്ക് ഓരോ ആയത്തുകൾക്ക് ശേഷം മറ്റു ചില ആയത്തുകൾ, ചില വിധികൾക്ക് ശേഷം വേറെ ചില വിധികൾ, അതുപോലെ തന്നെ ചില സൂറത്തുകൾക്ക് ശേഷം വേറെ ചില സൂറത്തുകൾ, അധ്യായങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അഥവാ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയിട്ടുള്ള സൂക്തങ്ങൾ അവതരിച്ചതിന്റെ ശേഷം പിന്നീട് ധാരാളം കാലങ്ങളിലും സമയങ്ങളിലുമായി ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം സന്ദർഭങ്ങളുടെ തേട്ടങ്ങൾ അനുസരിച്ച് ഒക്കെ ഓരോ സന്ദർഭങ്ങളിലായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 22 ചില്ലാനം വർഷങ്ങൾ, ഏകദേശം 23 വർഷങ്ങൾക്കുള്ളിലായിക്കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അവസരങ്ങളിലുമൊക്കെയാണ് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളും അധ്യായങ്ങളുമൊക്കെ അവതീർണമായിട്ടുള്ളത്. അതേ അവസരത്തിൽ തൗറാത്തും ഇഞ്ചീലുമൊക്കെ ഒറ്റ പ്രാവശ്യം, ഒറ്റ തവണയങ്ങ് ഒരൊറ്റ രൂപത്തിൽ തന്നെ അങ്ങ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രയോഗത്തിൽ തന്നെ അത് വ്യത്യസ്തങ്ങളായ കുറേശ്ശെയായിട്ട് ഇറങ്ങിയത് എന്ന സൂചനയുണ്ട്. അതേ അവസരത്തിൽ അൻസലയിൽ അതില്ല. അപ്പൊ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിടത്ത് നസ്സലയും പ്രയോഗിച്ചു, അൻസലയും പ്രയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശവും കൂടി അതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തബാറക, നന്മയേറിയവനാകുന്നു ആര്? അല്ലദീ നസ്സലൽ ഫുർഖാന, അൽ ഫുർഖാനിനെ ഇറക്കിയവൻ, അൽ ഫുർഖാനിനെ അവതരിപ്പിച്ചിട്ടുള്ളവൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് പഠിപ്പിക്കുന്ന വിവേചന പ്രമാണമാണത്. ഹക്കും ബാത്തിലും തമ്മിൽ, അതുപോലെ തന്നെ ഹുദയും വലാലത്തും തമ്മിൽ, നേർവഴിയും ദുർമാർഗവും തമ്മിൽ, സന്മാർഗവും ദുർമാർഗവും തമ്മിൽ, ഹലാലുകളും ഹറാമുകളും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ എല്ലാം ഒന്നൊന്നിൽ നിന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്ന വിവേചനത്തിന്റെ പ്രമാണം, വിവേചിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന പ്രമാണമാണ് ഇത് പരിശുദ്ധ ഖുർആൻ. അതാണ് അൽ ഫുർഖാൻ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൽ ഫുർഖാൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് വലിയ മേന്മയായിട്ടാണ് എടുത്തു പറയുന്നത്. റബ്ബ് അവന്റെ വലിയ അനുഗ്രഹമായിട്ടാ പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ അള്ളാഹു അവനെ തന്നെ പ്രശംസിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം വലിയ ഒരു മേന്മയും നന്മയുമാണ് റബ്ബ് നമുക്ക് ഖുർആൻ മുഖേന തന്നിട്ടുള്ളത്. അതാണല്ലോ സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ വചനത്തിൽ തന്നെ അള്ളാഹു അവനെ തന്നെ സ്തുതിച്ചു പറയാനുള്ള കാരണം എന്താണ്? നമുക്ക് ഖുർആൻ തന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദീ
അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ ആയത്തിൽ പറയാൻ എന്താ കാരണം? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനത്രേ സർവസ്തുതിയും. എന്താ റബ്ബിന് എത്രത്തോളം സ്തുതി കൊടുക്കാനും അതിനവൻ യോഗ്യനാവാനും കാരണം എന്താ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമയുടെ മേൽ അവൻ അൽ കിതാബ് വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേദഗ്രന്ഥം ഇറക്കി കൊടുത്തത് വലിയ ഒരു അനുഗ്രഹമാണ്, വല്ലാത്തൊരു അനുഗ്രഹമാണ്. അവൻ അല്ലാഹു തആല പ്രത്യേകം അവനെ പ്രശംസിച്ചുകൊണ്ട്, അവനെ തന്നെ അവൻ മദ്ഹ് ചെയ്തുകൊണ്ട്, അവനെ തന്നെ അവൻ സ്തുതി അർപ്പിച്ചുകൊണ്ടാണല്ലോ ആ കാര്യത്തെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞത്. അലാ അബ്ദിഹീന എടുത്തു പറയുന്നത്. അവിടെയും നമ്മൾ നോക്കണം, ആർക്കാണ് ഈ അൽ ഫുർഖാൻ അവതരിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു അലാ അബ്ദിഹി, തന്റെ അടിമക്ക്. കണ്ടോ, ഉടമ അല്ലാഹ് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുമ്പോൾ ആ ഉബൂദിയത്ത് അബ്ദാണ് എന്നാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. അതൊരു കുറച്ചിലല്ല. കാരണം മഅബൂദായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ഒക്കെ അബ്ദാണ്. അല്ലാഹുവിന്റെ ഒരു അടിമയാവുക എന്നുള്ളത് ഒരു പ്രശംസയുടെ വാക്കാണ്. അത് ഒരു പ്രശംസയുടെ വാക്കാണത്, അല്ലാഹുവിന്റെ അടിമ. കാരണം റബ്ബിന്റെ അടിമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മദ്ഹ്, ഏറ്റവും വലിയ ഒരു പ്രശംസയാണത്. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും അല്ലാഹു തആല ഈ പ്രയോഗമാണ് പറയാ. റബ്ബ് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹങ്ങളൊക്കെ പറയുന്നിടത്തൊക്കെ തന്റെ അടിമക്ക് ഞാൻ ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണല്ലോ എന്ത്? ഇസ്രാഉം മിഅ്റാജും. അവിടുത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള അതിശീഘ്രമുള്ള കുതിച്ചുപായലും പെട്ടെന്നുള്ള അനാരോഹണവും തിരിച്ചുപോരലും ഒക്കെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമായിരുന്നല്ലോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് എന്താ പറയുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. കണ്ടോ, മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്റെ അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ മഹാപരിശുദ്ധനായിരിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ അബ്ദ പറയുന്നത് കണ്ടോ, അത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശംസയാണത്. അല്ലാഹു വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിടത്ത് അവിടെ അബ്ദ് എന്ന് അന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു. കണ്ടോ, അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിടത്തും ചേർത്തി പറഞ്ഞപ്പോ അബ്ദുല്ലാ എന്നാ പറഞ്ഞത്. അബ്ദുല്ലാ ഇസ്ലാമികമായ മാർഗത്തിലേക്കുള്ള ദഅവ രംഗത്തെ സംബന്ധിച്ചും ഒക്കെ വലിയ ഒരു മഹത്വമേറിയ കാര്യമായിട്ട് പറയുമ്പോഴൊക്കെ തന്റെ അടിമ എന്നിങ്ങനെ അല്ലാത്തൊരു പ്രാധാന്യപൂർവം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറയാറുള്ളത്. അപ്പൊ ഈ അർത്ഥത്തിൽ തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹു. ഇനി എന്തിന്? ലിയകൂന ലിൽ ആലമീന നദീറാ, ലിയകൂന ലിൽ ആലമീന നദീറാ. ലിയകൂന അവൻ ആയിത്തീരുവാൻ വേണ്ടി, ലിയകൂന ലിൽ ആലമീന നദീറാ അവൻ ആയിത്തീരുവാൻ വേണ്ടി, ലിയകൂന കാന യകൂനു അവൻ ആയിത്തീരുവാൻ വേണ്ടി, ലിൽ ആലമീന ലോകർക്കെല്ലാം, ആലമീന ലിൽ ആലമീന ലോകർക്ക്, നദീറൻ താക്കീത് നൽകുന്നവനായിരിക്കുവാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനാ? ലിയകൂന ആയിത്തീരുവാൻ വേണ്ടി. ഈ ആയിത്തീരുവാൻ വേണ്ടി എന്നുള്ളയിടത്ത് ഈ ആയിത്തീരുവാൻ എന്ന് പറയുമ്പോ ആര് ആയിത്തീരുവാൻ അല്ലെങ്കിൽ എന്തായിത്തീരുവാൻ, രണ്ട് വ്യാഖ്യാനം അവിടെയുണ്ട്. ഒന്നത് ഖുർആനിലേക്കാണ് അത് മടങ്ങുന്നത് എന്നതാണ്. അപ്പൊ എന്തായി അർത്ഥം? ആ ഫുർഖാൻ ആയിത്തീരാൻ എന്തിന്? ലോകത്തിന് മുഴുവനും താക്കീര് നൽകുന്ന ഗ്രന്ഥമായി തീരുവാൻ ആയി അപ്പർത്ഥം.
രണ്ടാമത്തെ അർത്ഥം ലിയകൂന റസൂലു ലിൽ ആലമീന നദീറ, റസൂലിലേക്കാണ് അത് മടങ്ങുന്നത്. റസൂല് ആയിത്തീരുവാൻ വേണ്ടി, ലിൽ ആലമീന ലോകർക്ക്, നദീറൻ താക്കീത് നൽകുന്നവൻ. അതാണ് ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം. കാരണം എപ്പോഴും ഒരു ലമീർ അത് മടങ്ങുക തൊട്ട് മുമ്പ് പറയപ്പെട്ട കാര്യത്തിലേക്കാണ് ഏറ്റവും കൂടുതലായും മടങ്ങുക. ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അലാ അബ്ദിഹി എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അടിമ എന്നവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണല്ലോ. അപ്പോ അതാണ് ഏറ്റവും ഇവിടെ അനുയോജ്യമായ വ്യാഖ്യാനം. എന്നാൽ മറ്റേ വ്യാഖ്യാനമായാലും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമല്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും പ്രബലമായത് ലിയകൂന എന്ന് പറഞ്ഞാൽ ആ റസൂലായിരിക്കാൻ, ആ അടിമയായ റസൂലായിരിക്കാൻ, ലിൽ ആലമീന ലോകർക്ക്, നദീറൻ താക്കീതുകാരൻ. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ലോകർക്ക് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എല്ലാവരും അതിൽ പെട്ടുകഴിഞ്ഞു. അതും വലിയൊരു പ്രത്യേകതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലിയ ഒരു മഹാത്മ്യവും പ്രത്യേകതയും എന്താണ്? അതാത് കാലഘട്ടങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെ അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്ക് മാത്രം പരിമിതമായി അയക്കപ്പെട്ടവരായിരുന്നു. ശേഷക്കാരിലേക്ക് അവർ നബിമാരായിരുന്നില്ല. അവരുടെ നിയമങ്ങൾ ശേഷക്കാരിലേക്ക് ബാധകമായിരുന്നില്ല. അവരുടെ സമുദായത്തിനും സമൂഹത്തിനും നാടിനും മാത്രമുള്ള നിയമങ്ങളായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തല്ലോ. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലാഹുവിന്റെ റസൂൽ സമൂഹത്തോട് പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. മനുഷ്യവർഗത്തിലേക്കും ഭൂതവർഗത്തിലേക്കുമുള്ള റസൂലാണ്. ജിന്നുവർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ടല്ലോ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ജിന്നുകളിൽ നിന്നൊരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ പാരായണം കേട്ടു. എന്നിട്ടോ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങളൊരു അത്ഭുതകരമായ പാരായണം കേട്ടു എന്നാ പറഞ്ഞത്. അപ്പോ പരിശുദ്ധ ഖുർആൻ ആ നിലക്ക് എല്ലാവരിലേക്കുമുള്ളതാണ്. സർവ്വ മനുഷ്യരിലേക്കും സർവ്വ ജിന്നുകളിലേക്കും എല്ലാവരിലേക്കുമുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അവ ലിൽ ആലമീന ലോകർക്ക് മുഴുവനുമുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിഉൻദിറകും ബിഹി വമൻ ബലഗ്. എനിക്ക് ഈ ഖുർആൻ വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്തിന്? ലിഉൻദിറകും ബിഹി, അത് മുഖേന നിങ്ങൾക്ക് താക്കീത് നൽകാൻ. അവിടെ ജീവിച്ചിരിക്കുന്ന മുമ്പിലുള്ള ആ സമൂഹത്തിന് താക്കീത് നൽകാൻ മാത്രമാണോ? അല്ല, വമൻ ബലഗ, ഇനി അത് എത്തുന്നവർക്ക്, ഇനി ശേഷക്കാരായ ആളുകൾക്കൊക്കെ ഈ ഖുർആൻ തന്നെയാണ് താക്കീത് നൽകാനുള്ളത്. സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. താങ്കളെ നാം എല്ലാവരിലേക്കും ഉള്ള ബഷീറും നദീറുമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഇനിയും സൂറത്തുൽ അംബിയാ 107-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, 107-ാമത്തെ ആയത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കേട്ടോ, സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇനി ഹദീസുകളിലേക്ക് കടന്നാലോ, ബുഇസ്തു ഇലൽ അഹ്മരി വൽ അസ്വദി, ചുവന്നവരിലേക്കും കറുത്തവരിലേക്കും ഒക്കെ നബിയായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. മാത്രല്ല അവിടുന്ന് പറഞ്ഞു, ഹദീസുകളിൽ കാണാം, കാനൻ നബിയു ഇബ്അസു ഇലാ ഖൗമിഹി ഖാസ്സ, പ്രവാചകന്മാരൊക്കെ അതാത് ജനതയിലേക്ക് മാത്രമാണ് അയക്കപ്പെട്ടിരുന്നത്. എന്നാലോ വബുഇസ്തു ഇലന്നാസി ആമ്മ, ഞാനാവട്ടെ സർവ്വജനങ്ങളിലേക്കും നിയുക്തനായ നബിയാണെന്നാണ് പറഞ്ഞത്. മറ്റൊരു വചനത്തിൽ മുസ്ലിമിൽ നമുക്ക് കാണാം, ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ വഖുതിമ ബി അന്നബിയൂൻ. ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ, ഞാൻ ജനങ്ങളിലേക്ക്, സൃഷ്ടികളിലേക്ക് മുഴുവനും
അയക്കപ്പെട്ടിട്ടുള്ള റസൂലാണ്. വഖുതിമ ബിയൻ നബിയൂൻ, മാത്രല്ല എന്നിലൂടെ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു നബി വരാനുമില്ല. എന്റെ നിയോഗത്തോടുകൂടി ആ പ്രവാചകന്മാരുടെ ആഗമനം വരവ് അവസാനിച്ചിട്ടുമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അതാണ് ലിയകൂന ലിൽ ആലമീന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെയോ ആരായിട്ടാണ് നദീറൻ, താക്കീതുകാരൻ. താക്കീതുകാരൻ എന്ന് പറയുമ്പോ മുന്നറിയിപ്പുകാരൻ മാത്രല്ല, സുവിശേഷകൻ കൂടിയാണ്. എല്ലാ പ്രവാചകന്മാരും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തന്നെ അല്ലാഹു തആല പറഞ്ഞിടത്ത് ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മളിപ്പോ കേട്ട ആയത്തുകളിൽ ഒരു ആയത്തിൽ നമ്മൾ കേട്ടു എന്ത്, ബഷീറൻ വ നദീറ. അപ്പൊ ബഷീറും കൂടിയാണ്. എല്ലാ ദൂതന്മാരും ആ ഗുണമുള്ളവരാണ്. റുസുലം മുബശ്ശിരീന വ മുൻദിരീന എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ദൂതന്മാരൊക്കെ അയക്കപ്പെട്ടിട്ടുള്ളത് മുൻദിരീങ്ങൾ മാത്രമായിട്ടല്ല, മുബശ്ശിരീന, അവരൊക്കെ മുബശ്ശിരീങ്ങളുമാണ്. അഥവാ ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന സന്മാർഗത്തെ പിൻപറ്റി നിങ്ങൾ ജീവിച്ചാൽ മരണാനന്തരം ശാശ്വതമായ സുഖസമ്പൂർണമായ സ്വർഗമാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന സുവിശേഷം നൽകുന്ന മുബശ്ശിരീങ്ങളും ആ ബശാറത്ത് നൽകുന്നവരുമാണവർ. അതേവസരത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി ധിക്കാരികളായി നിഷേധികളായി ജീവിച്ചാലോ മരണാനന്തരം ശാശ്വതമായ നരകശിക്ഷയായിരിക്കുമെന്ന താക്കീതും നൽകുന്നവരാണ്. അപ്പൊ ഇവിടെ നദീറ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബഷീറും കൂടിയാണ് ആര്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഈ സൂക്തത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞ ധാരാളം ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അത് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച് തന്നതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം, അത് തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഇറക്കി തന്നു എന്നുള്ള, അതെന്തിന് ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല? വലൗലാ നുസ്സിലൽ ഖുർആനു ജുംലത്തൻ വാഹിദ, എന്താ ഒറ്റയടിക്ക് ഇറക്കിക്കൂടായിരുന്നോ എന്നൊക്കെ അറേബ്യൻ ജനത ചോദിച്ചപ്പോ അതിനൊക്കെ അള്ളാഹു മറുപടി പറഞ്ഞതായി ഇതേ അധ്യായത്തിന്റെ തന്നെ താഴ്ഭാഗങ്ങളിലായി കൊണ്ട് വരുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹുവിന് ചില പ്രത്യേക ഹിക്മത്തുകളുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് ഇറക്കിയാൽ മതിയായിരുന്നില്ലേ? എന്തിനാ അങ്ങനെ വ്യത്യസ്ത സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവതീർണമാക്കിയിട്ടുള്ളത്? അതിലൊക്കെ റബ്ബിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോ അതൊക്കെ വലിയ അനുഗ്രഹമാണ്. പിന്നെ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത പേരിൽ തന്നെ വ്യക്തമാണ്, ഫുർഖാനാണ്. ഇതിൽ നിന്ന് ആളുകൾ കാര്യം മനസ്സിലാക്കും, ഇതിൽ നിന്ന് നേരും നെറിയും തെളിയും, ഇതിൽ നിന്ന് സത്യവും അസത്യവും മനസ്സിലാകും. ഇതിനുള്ള ഗ്രന്ഥമാണ്, കണ്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർവഹിച്ച ഡ്യൂട്ടി അത് ലോകത്തിന് മുഴുവനുമാണ്, എല്ലാവരിലേക്കുമുള്ള നബിയാണ്. ഇനി ഒരു നബി വരാനില്ല. ഇനി ആരെങ്കിലും നബിയാണ്, നദീറാണ്, ബഷീറാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവർ വ്യാജവാദികളായിരിക്കും എന്നൊക്കെ നമ്മൾ ഈ ഒരൊറ്റ സൂക്തത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തുടർന്നുകൊണ്ട് എങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ ആയത്ത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും യഥാവിധി ഗ്രഹിക്കുവാനും ജീവിതത്തെ ഏറെ സൂക്ഷ്മതയുള്ള നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥമായ നിലക്കുള്ള അനുയായികളായി അതിനെ പിന്തുടരുന്ന അതിന്റെ യഥാർത്ഥ വക്താക്കളായി മാറുവാനും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നൽകപ്പെടുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടുതൽ നാഫിയായ ഇൽമ് റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സമ്പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.